മുകേഷേ, മുകേഷേ, അങ്ങോട്ടല്ലടോ, മോളിലേക്ക്. ആ രമേശ് ചേട്ടാ, ഇനി എങ്ങോട്ടോടോ രാവിലെ തന്നെ? നമ്മള് ചെരുമ്പേട്ടൻ മരിച്ചിടത്തിലേക്ക്. ആണോ? ഞാനറിയല്ലേ. ഞാൻ അങ്ങോട്ട് പോവുക. എന്നാ ഞാനും വരാം. ചേട്ടാ, ഈ മരിച്ച വീട് എവിടെയാ? നേരെ ബേക്കോട്ട് പോയിട്ട് ലെഫ്റ്റിലേക്ക്. എന്താ പറ്റിയേ? മുട്ടിന് വേദനയാ. കുറെ കാലമായി ഞാൻ ഇതും കൊണ്ട് ഓടുന്നു. ഈ താഴ്ചയിൽ എന്നെയും കൊണ്ടേ പോകുന്ന തോന്നുന്നു. അതല്ല ചോദിച്ചത്, ആൾക്കാരെ ധൃതി പിടിച്ച് പോകുന്നോണ്ട് ചോദിച്ചതാ. ഓ അതോ, നമ്മളെ ചെലുമ്പേട്ടൻ പോയി. എൻ്റെ കടയിൽ എന്നും വരും. 1/2 ഗ്ലാസ് ചായ ഞാൻ കൊടുക്കും. എൻ്റെ അച്ഛൻ എന്നും കൊടുക്കാറുള്ളതാ. അത് ഞാനും മുടക്കാറില്ല. നിങ്ങൾ അവിടത്തേക്കാ? അതെ. എന്നാ ശരി. സാറേ വരിക. കതിരും പതിരും തിരിച്ചറിയണം നമ്മൾ.
ഇനി പേടിക്കണ്ട, ഓനെന്ന് മാഷോട് നല്ലോണം അടി കിട്ടു. ഓന് നല്ലോണം കിട്ടണം. എന്നാ കനാൽ തള്ളിയിട്ട് ഓടിക്കളഞ്ഞതാ. ആണോ? എന്നിട്ട് നീ ക്ലാസ്സിലെ മാഷോടൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ആ എന്തേനോ? സാറോട് പറഞ്ഞാണ്ടല്ലോ ഓ എന്നെ വലിയ കനാലിൽ ഉന്തിട്ടളിയൂ. അതിന് പേടിച്ചിട്ടാ. ഇനി പണ്ടേ അങ്ങനെ ഒരു പേടി തൊണ്ടരാന്ന് എനിക്കറിയാം. ഓൻ അല്ലേലും അങ്ങനെയാ. ഓൻ ആരോടും ഒന്നും പറയില്ല. ഓനത് പറയാത്തോണ്ടല്ലേ ഓനത് പറ്റുന്ന. ആ എന്താ ടീച്ചറേ, ഇന്നലെ ടീച്ചറെ PTA മീറ്റിംഗ്? മീറ്റിംഗ് മാറ്റി വെച്ചിട്ടൊന്നുമില്ലല്ലോ. എന്താ മാഷൊന്നും യോഗത്തിനുണ്ടാവില്ല? ഞാനും ഉണ്ടാവും. ടീച്ചർ ഉണ്ടാവില്ലേ? മാഷേ വേണ്ടട്ടോ, കുറച്ച് കൂടുന്നുണ്ട്. എന്താ രോഹിണി ടീച്ചറെ, പ്രകാശ മാഷ് തമാശ പറഞ്ഞു തുടങ്ങിയോ? തമാശ പറഞ്ഞു തുടങ്ങിയാല് പ്രകാശം മാഷ് നടൻ ജഗദീശനെ പോലെയാ. കക്കത്തൂറിന്നാ തോന്നുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപകരെ, നമ്മുടെ സ്കൂളിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആണ് ഇത്തരത്തിലുള്ള യോഗം നമ്മളിവിടെ സംഘടിപ്പിച്ചത്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഹെഡ് മാസ്റ്ററെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇവിടെ പഠിപ്പിച്ച അടിയോടി മാഷെപ്പറ്റിയും കുഞ്ഞിരാമൻ മാഷെപ്പറ്റിയുമാണ്. അച്ഛാ, അമ്മ കിടന്ന നമ്മളെ ഗോതമ്പെട്ടുന്നേ. ഈ മാല പ്രസംഗമൊക്കെ മിണ്ടാണ്ട് അടങ്ങി. അമ്മ കിടന്ന് അരി കിട്ടുന്ന അച്ഛാ. ഞാൻ അടങ്ങിയിരിക്കുക തന്നാലോ. എന്നിരുന്നാലും ഈ PTA കമ്മിറ്റിയുടെ സഹകരണം കൊണ്ടും രക്ഷിതാക്കളായ നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ടും ഇന്ന് ഈ സ്കൂൾ ഈ നിലക്കെത്തിച്ചത് നമ്മുടെയൊക്കെ കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. അതൊരു സംശയവുമില്ല. മേലിലും ഇതുപോലൊരു കൂട്ടായ്മ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ കൃഷിയെപ്പറ്റിയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കാൻ വേണ്ടി നമുക്കൊരു പഠനയാത്ര നടത്തേണ്ടി വരും. എന്ത് തീരുമാനം എടുക്കണമെന്ന് ഞാൻ കമൻറ്റ് വിട്ടുവന്നിരിക്കുന്നു. നമ്മളിങ്ങനെ ഓരോ തീരുമാനം എടുത്ത് തിരിയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പഴയ കാലത്തെ നെൽകൃഷിയെക്കുറിച്ചാണ്. മാഷ് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അവളപ്പാണ്ടിയും കരുവോട് ചെറിയുമാണ്. രോഹിണി ടീച്ചർ ചിലമ്പേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോഴാ എനിക്കൊരു ഐഡിയ വന്നത്. എന്താ ടീച്ചറെ മനസ്സിൽ ഐഡിയ? ചിലമ്പേട്ടനെ കണ്ടാല് കൃഷിയെ പറ്റിയും കൃഷി ചെയ്യേണ്ട വിധവും മനസ്സിലാക്കാൻ പറ്റും, അല്ലേ മാഷേ? രോഹിണി ടീച്ചർ ഐഡിയ കൊള്ളാം. കൃഷിയെപ്പറ്റി പഠിക്കുകയും ചെയ്യാം, കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യാം. നല്ല ഐഡിയ. നിങ്ങൾ പറഞ്ഞ ചെലുമ്പേട്ടനെ ഞാൻ നാണുകേട്ടൻ്റെ ചായക്കടയിൽ കാണാറുണ്ട്. ആണോ? എന്നാ അടുത്ത ദിവസം തന്നെ നമുക്ക് അദ്ദേഹത്തെ പോയി കാണാം. പഴയ നെൽകൃഷിയെക്കുറിച്ചാണ് നമ്മുടെ കമ്മിറ്റിയുടെ തീരുമാനം പഴയ കൃഷിരീതിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി വയലുകൾ തേടി ഒരു പഠനയാത്ര. ഈ യോഗ നടപടി അവസാനിച്ചതായി അറിയിക്കുന്നു. അടുത്ത ആഴ്ച നമ്മളെ സ്കൂളിൽ നിന്ന് പഠനയാത്ര കൊണ്ടുപോകുന്നുണ്ട്. എന്തിനാ?
നെല്ലിനെ കുറിച്ച് പഠിക്കാനാന്നാ ടീച്ചർ പറഞ്ഞ്. ഇല്ല സ്നേഹേ? നീ പോകുന്നുണ്ടോ? അമ്മ സമ്മതിച്ചാ പോകും. എന്താ അമ്മ സമ്മതിക്കാത്ത? എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൃഷിയോട് താല്പര്യമില്ല. എഞ്ചിനീയർ ആക്കാനാ അവർക്ക് താല്പര്യം. ഓ, ചോറ് തിന്നാണ്ട് എഞ്ചിനീയർ ആവുമോ? എൻ്റെ അച്ഛൻ ഇപ്പോൾ നെല്ലുണ്ടാക്കുന്നുണ്ട്. നിങ്ങളൊക്കെ പഴഞ്ചനല്ലേ? ഓ, അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പോട്ടെ. എഞ്ചിനീയർക്ക് ഓളമ്മ ബിരിയാണി വിളമ്പിച്ചിട്ടുണ്ടാവും. അതിന് നിനക്കെന്താ? എനിക്കൊന്നുമില്ല. അമ്മേ, ഞാൻ എത്തി. എപ്പം നോക്കിയാലും ഓളെ അതിലൊരു ഫോൺ ഉണ്ടാവും. അപ്പറഞ്ഞൊരു പോയിന്റാ. ഓക്ക് ഫോണില്ലാത്തതുകൊണ്ട് അസൂയാടോ. അതും ശരിയാ. വരുന്നമ്മേ. എന്നാ വാ, നമ്മളും പോവാ. നമ്മളെ തിരി നിൽക്കുക. നടക്കാൻ കൊണ്ടുമ്പോ കളിക്കാൻ പോവാ. ഇന്നെന്താ നമ്മളിന്ന് കളിക്കുന്നത്? ക്രിക്കറ്റ് എനിക്കിഷ്ടം. അത് നമുക്ക് കളിക്കാലോ. കളിക്കാവാ. അമ്മേ, മോളെ വെള്ളം ഒഴിക്ക്. അമ്മേ, നോക്കമ്മേ, ഇവൻ ഇവിടെയൊക്കെ മൂത്രം വെച്ചേക്കുന്നത്. എനിക്കാകുകയല്ല. ഇന്നലെ രാത്രി ഏച്ചി പേടിച്ചിട്ട് ആത്തലനും മുത്രച്ച്. എന്നിട്ട് എന്നെ പറയാ? ഡാ, ഞാൻ ഇന്ന് നിക്കടാ അവിടെ. എന്തെന്നാ കുട്ടികള് ഞങ്ങൾ ഈ കളിക്കുന്നത്? വികൃതി കളിക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. എന്തെന്നാ കളിക്കുന്നത്? വികൃതി കളിക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേ? ഓൻ കളിച്ചാ ഇങ്ങി കളിക്കരുത്. ഇങ്ങി മൂത്തല്ലേ? വല്യച്ഛനെവിടെയാ പോയെന്ന് പോയി നോക്കുമ്പോ ഇവരെ കുട്ടികളെ ഞാൻ കൂട്ടിക്കോ.
നമുക്ക് ഇവിടെ ഇരിക്കാം. വാ. ആ എന്നാ ശരി, ഇവിടെ ഇരിക്കാം. നിങ്ങൾ ആരെങ്കിലും ചിക്കൂടിനെ കണ്ടിക്കോ? ഇല്ലല്ലോ, ഞാനൊന്നും കണ്ടിക്കില്ല. വല്യച്ഛനെ എങ്ങോട്ടാ പോയി നിങ്ങൾക്കറിയോ? സീത ഞാൻ കണ്ടിക്കില്ല. ഇവള് പറയുന്നിട്ട് ഞാൻ പറഞ്ഞു. റെഡിയാന്നല്ല ഇവക്ക് എങ്ങനെ അറിയാ? എനിക്കറിയാം. അങ്ങനെ എനിക്കറിയാ. ഇഞ്ഞി നുണ പറയാ. നോണയൊന്നും അല്ല. ഇഞ്ഞി നുണയാ പറയാ. ഇഞ്ഞി നുണ ചെന്നിയാ. എന്നെ എങ്ങനെ വിളിച്ചാലുണ്ടല്ലോ വിളിച്ച എന്താക്കും? അടികൂടല്ല. എന്തെന്നാ ഇത്? നിങ്ങൾ അങ്ങോട്ട് മാറിക്ക്. എന്ത് പറഞ്ഞാലും തമ്മിൽ അടിയാ. അച്ചാച്ചൻ അമ്പലത്തിലുണ്ടാവും. അത് നേരത്തെ അങ്ങ് പറഞ്ഞാ പോരെ. നമുക്ക് അമ്പലത്തിലേക്ക് പോവാ. അല്ല രമേശ, ഇങ്ങക്ക് സുഖം? ഓ സുഖം തന്നെ. നാണോട്ടാ ഒരു ചായ. നാണോട്ടാ, കാലിന്റെ മുട്ടിന്റെ വേദന എങ്ങനെയുണ്ട്? നല്ലൊരു ആയുർവേദ ഡോക്ടർ ഉണ്ട് മലപ്പുറത്താ. നമുക്കൊന്ന് കാണിച്ചാലോ? ഏടാ കാട്ടിട്ടെന്താ? ഈ മുട്ടിന്റെ വേദന മാറിയല്ലോ ഉസ്താദേ. നാണോട്ടാ, ആ നിങ്ങളൊരു കാര്യം ചെയ്യ്. തിരുവില്ലാമലയിൽ പോയി ഒരു ശയന പ്രശ്നം ചെയ്യ്. മുട്ടുവേദനയൊക്കെ പമ്പ കിടക്കും. കടക്കും കടക്കും, ബാക്കിയുള്ളവനൂടെ കിടക്കും. എൻ്റെ ഒരു അഭിപ്രായമോ ഈ നല്ല മെഡിക്കൽ പോയി പോയിട്ട് നല്ലൊരു ഡോക്ടറെ കാണിക്കുന്ന. ആ, അത് തന്നെ എൻ്റെ അഭിപ്രായം. നാണോട്ടാ ഒരു സ്ട്രോങ് ചായ. എന്റെ കഥ മോഷ്ടിച്ചു കൊണ്ടുപോയി സിനിമയാക്കി കോടികൾ സമ്പാദിക്കുന്ന സിനിമാ വ്യവസായികൾക്കെതിരെ ഞാനൊരു നോവൽ എഴുതുന്നുണ്ട്. സിനിമാ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു കഥ, പുതുമയാർന്ന ഒരു കഥ. ഇതെങ്കിലും വെളിച്ചം കാണുമോ ബടായി ദിനേശ? ഒരു ബടായി പോലും പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഇവിടെ? ആ വർഗീസിനെ കണ്ടിട്ട് കാര്യം പറയാം. അപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ശരിയാക്കാം. ഓ ഓക്കെ ഓക്കെ, ശരി. ആ എന്തൊക്കെയാ? ഓ നമസ്കാരം. ഓ ഓ നാണോട്ടാ, കടുപ്പത്തിലൊരു ചായ. രമേശ് ഇന്ന് ജില്ലാ കമ്മിറ്റിയാണേ. ആ, അതിന് മെമ്പർക്ക് എന്താ ഇപ്പോൾ? ഒന്നുമില്ല, ഒരു പരിപ്പടിയും കൂട്ടി ചായ കുടിക്കുക വെച്ചാൽ അത് നടക്കൂലേ? ഗ്യാസാ കുഴപ്പം. ആക്കല്ലേ. അച്ഛാ അച്ഛാ. എന്താടാ നീ ഇന്ന് സ്കൂളിൽ പോയില്ല? എന്നോട് ചോദിച്ചു കേട്ടില്ലേ? അത് അച്ഛാ, ഇന്ന് ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് ആയിന് അച്ഛാ. അതിന് എനിക്ക് പോണ്ട. അതിന് ഞാൻ പോയിട്ടെന്താ അച്ഛാ? ഇംഗ്ലീഷ് എന്ന് കേട്ടാ ഇപ്പൊ പേടിയാ സ്കൂളിൽ പോവാൻ. പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഛർദ്ദിച്ച് പോയതല്ലേ ഇപ്പം നമ്മളെ കുട്ടികൾക്കെല്ലാം വാരി കൊടുക്കുന്നത്? ഇംഗ്ലീഷുകാരോട് വന്നിക്കില്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുകയില്ല, ലൈസൻസ് കിട്ടുകയില്ല. അത് തന്നെ എൻ്റെ അഭിപ്രായം. ഇംഗ്ലീഷ് അക്ഷരത്തിൽ എല്ലു എച്ചുകളും ഉള്ളത് കൊണ്ടല്ലേ മലയാളത്തിൽ ഉള്ള ആ വരയ്ക്കാനാവോ?
നാനോ വെള്ളം കൂട്ടിയൊരു അരച്ചായ. അരച്ചായക്ക് എന്തിനാ ചെലമ്പേട്ട വെള്ളം കൂട്ടുന്നത്? വെള്ളം കൂട്ടിയിട്ട് അരച്ചായ. ഞാൻ ആണേട്ടാ ഇവിടെ ചെലുമ്പന്റെ വീട് എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാ. നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ് റോഡ് സൈഡിൽ തന്നെയാ വീട്. ഓ ശരി. ആ പോട്ടെ പോട്ടെ, കുറച്ച് മുന്നോട്ട് പോയാൽ അവസാനത്തെ മണ്ണായത് കർഷകന്റെ വിയർപ്പ്. ഇതും ചോന മണ്ണിന്റെ ഉള്ളിലായി പോകുമോ എന്റെ ഭഗവതിയെ? മോളെ ലേശം കഞ്ഞിയും കെടുത്തു. അച്ഛാ കഞ്ഞി. ഞാളെ മനസ്സിലായില്ലേ? ആരാ? മനസ്സിലായില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രകാശം മാഷല്ലേ? എന്നെ മനസ്സിലായോ? ഞാൻ ഈ സ്കൂളിലെ പുതിയ ഹെഡ്മാഷാ. ഇതൊക്കെ ടീച്ചർമാരാ. ഓ ഓ ആ ആ ആ. വെറ്റില മുറുക്കുണ്ടില്ലേ? കേട്ട മാഷേ, വെറ്റില മുറുക്കൽ എൻ്റെ പഴയ കാലത്തിലെ ശീല. ശീലങ്ങളൊന്നും നമുക്ക് മാറ്റാനാകില്ല ഞാൻ പാട്ടെ. അതുപോലെ ചില കാര്യങ്ങളും നമുക്ക് മറക്കാൻ പറ്റില്ല. ആ അതെ 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 അതെ. അച്ഛൻ ഒന്നും പറഞ്ഞാൽ കേൾക്കുകയില്ല. മോളൊന്ന് മിണ്ടാണ്ടിരിക്കി. ആ മാഷ് പറ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടിട്ട് നടക്കുന്ന ആളാ ചെലമ്പേട്ടെ. പക്ഷേ ഒന്നും നടക്കുന്നില്ലെന്ന് മാത്രം അല്ലേ? മാഷ് പറഞ്ഞത് നേരാ. എല്ലാം ഉള്ളിലൊതുക്കി കാത്തിരിക്കുക. ആരെങ്കിലും ഒരു ദിവസം വരും. ചെലുമ്പേട്ടൻ വിചാരിച്ച പോലെ ആള് വന്നല്ലോ. ആർക്കും ഒന്നിനും നേരല്ലാന്ന്. ആരു പറഞ്ഞു നേരല്ലാന്ന്? ഞങ്ങൾ വന്നത് എന്തിനാന്നറിയോ? ഇങ്ങനെ നോക്കണ്ട. ഞങ്ങൾ വന്നത് പഴയ കൃഷിയെപ്പറ്റി പഠിക്കാനാ. ആണോ?
ചിലമ്പേട്ടാ, കുട്ടികൾക്കും ഞങ്ങൾക്കും കൃഷിയെ പറ്റി ഒന്ന് അറിയണം. കൃഷി നടത്തി നമ്മുടെ സ്കൂൾ ഒരു മാതൃകയാക്കണം. എന്താ ചെലമ്പേട്ടൻ ചിരിക്കുന്നേ? കൃഷിയെ പറ്റി പറഞ്ഞപ്പോൾ ചിരിച്ചു പോയതാ. സ്വന്തം അച്ഛൻ കൃഷിക്കാരനാന്ന് പറയാൻ മടിക്കുന്നവനെ പഠിപ്പിക്കാൻ പറ്റുമോ മാഷേ? ആരും തയ്യാറാവുമോ? മാഷ് പറ. എന്താ സംശയം? പുതിയ തലമുറയെ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ ചിലമ്പേട്ടനും തയ്യാറായാൽ അല്ലേ? ആയിക്കോട്ടെ മാഷേ, ഞാനിവിടെ തന്നെ ഉണ്ടാവും. മാഷ് വന്നോ. ഓട്ടെ. എന്താ മാഷേ, ചെലമ്പനെ കണ്ടോ? ആ കണ്ട്. ഓ, അക്കാര്യങ്ങളൊക്കെ ഭംഗിയായി. 2 ചായയും എടുത്തോ. മാഷിക്ക് പഞ്ചസാര കേട്ടോ. നോക്ക്, എനിക്ക് പഞ്ചസാര വേണ്ടേ? ഷുഗറാ. പാലില്ല കേട്ടോ. പാലൊന്ന് കിട്ടിയില്ല. അല്ല, എനിക്ക് പാല് വേണമെന്നില്ല. മാഷ് അത്യാവശ്യം പാലില്ലാതാണ്. സാരല്ല കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മൂപ്പര് പാലാ. എന്നാ നമുക്ക് അടുത്ത വരുന്നത് പാലാ. ഓ ആയിക്കോട്ടെ. എന്നാ വിഷം നമുക്ക് വരാൻ പറ്റുക? അധികം വൈകിക്കണ്ട. നമുക്ക് ടീച്ചറേയും കുട്ടികളെയും കൂട്ടിയിട്ട് അടുത്ത ദിവസം തന്നെ പോകാമല്ലോ. എന്താ മെമ്പർ എല്ലാരും കൂടി? ഞാൻ പ്രമോദിനെ കണ്ടിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. മൂപ്പര് പീടിയ സ്ഥലവും ബാങ്കുകാർ ജപ്തി ചെയ്ത് കൊണ്ടുപോയി. മൂപ്പരിപ്പം പെരുവഴിയിലാ. അതിന് ഞാൻ എന്ത് വേണോ? നിങ്ങൾ വാടക കൊടുക്കാൻ ഉദ്ദേശിച്ച ആ കടയില്ലേ, അത് നമുക്ക് തൽക്കാലം നാണോട്ടന്റെ പേരിലാക്കിയാൽ വലിയൊരു ഉപകാരമായിരുന്നു. അത് നമുക്ക് നാണിടണം കൊടുത്താ എന്താ? കൃത്യമായി വാടക തരുന്ന ആർക്കും ഞാൻ കൊടുക്കും. കൃഷി നടത്താൻ വേണ്ടി എൻ്റെ അച്ഛൻ പണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തി. അത് പലിശയായി കൂട്ടുപലിശയായി അവസാനം ബാങ്കുകാർ കൊണ്ടുപോവുകയും ചെയ്തു. ഓ, രാമനായർ വീടിയല്ലേ? അവിടത്തെ പുട്ടും കറിന്റെ രുചിയെ പറ്റി പണ്ട് എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടിക്ക്. ആ പ്രമോദേ, അതൊന്ന് ശരിയാക്കി കൊടുക്കുന്നു. മെമ്പർ പറയുമ്പോ പിന്നെ പിന്നെ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ പിന്നെ മെമ്പറെ ഐശ്വര്യമായിട്ട് ഉഷാറായിട്ട് കച്ചവടം പൊടി. ഓക്കെ, ശരി. ഉഷാറാവട്ടെ. ഓ ശരി ശരി. ഇരിക്കേ. ഇരിക്കേ. എന്താ വന്നേ? അത് ഒരു അപേക്ഷ തരികയുണ്ടായിരുന്നു, അതിന് വന്നതാ. നമുക്ക് ശരിയാക്കാം കേട്ടോ. ഇരിക്കേ. ഒന്നും പറയണ്ട രമല സാറേ, പാർട്ടീന് വലിയ തിരക്കായിട്ട് നിന്ന് തെറിയാൻ നേരമില്ല. തിരിയാണ്ടിരുന്നാ പോരെ നിങ്ങൾക്ക്?
എന്താ വന്നേ? ഒരു അപേക്ഷ ഉണ്ടായിരുന്നു. ഇതാ നികത്തിയ വയലുകളെല്ലാം വീണ്ടും പാടങ്ങളാക്കണം. ഇല്ലേ ചിലമ്പ? ഓ ആ ആ ഓ ശരിയായി തരാം. ഓ ഇത് വല്ല നടക്കുന്ന എം എൽ എ സാറേ? എം എൽ എ ഒരു നടനാ, നവരസങ്ങൾ അറിയുന്ന ഒരു മഹാനടൻ. എടാ കുരുത്തം കേട്ടാനെ. നമസ്കാരം. നാണോട്ടാ, ചാക്കട ഇങ്ങോട്ട് മാറ്റി അല്ലേ? ആ അങ്ങനെ സംഭവിച്ചു. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. ആ എങ്ങനെയുണ്ട് കച്ചവടം? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്തായി നിന്റെ കഥ? സിനിമക്കാര് വല്ലതും എടുക്കുവോ? നാണോട്ടാ, സമയദോഷം എന്നല്ലാതെ എന്താ പറയാ. എന്റെ കഥ അവര് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. അതുകൊണ്ട് ഞാനൊരു കാര്യം മനസ്സിലാക്കി, കഴിവുള്ളവർക്ക് അംഗീകാരമുള്ളൂ. ഇതാ ശരി. ചന്ദനത്തിന് പകരം ചാണകം തേക്കുന്ന പമ്പര വെട്ടിയ. കാവുക്കാരിങ്കാളി ദൈവത്താരോ കുനമ്പറക്കുന്നില് മുത്തപ്പനോ ദാഹത്തിന് തൊണ്ട നനക്കാൻ തണ്ണീരില്ലല്ലോ, തണ്ണീരില്ലല്ലോ. ദാഹത്തിന് തൊണ്ട നനക്കാൻ തണ്ണീരില്ലല്ലോ, തണ്ണീരില്ലല്ലോ. മച്ചിരി കഞ്ഞിയനത്താൻ പുന്നല്ലില്ലല്ലോ. ഓ ഓ ഓ കുട്ടികളെ ഞങ്ങളെക്കാൾ ഉഷാറാണ് ചിലമ്പേട്ട. എന്തായാലും വലിയ സന്തോഷായിരിക്കും മാഷേ. ചിലമ്പേട്ടൻ ആരെയാ നോക്കുന്നത്? അന്ന് വന്ന ടീച്ചേഴ്സിനെയാ? ആ ആ ആ പ്രകാശം മാഷ് പനി മേടിച്ച് കിടപ്പില്ല, ലീവില്ല. ടീച്ചറെ ഭർത്താവ് മരിച്ചുപോയി, ടീച്ചറിന് ലീവില്ല. എന്താ ചെയ്യുക? അതെയോ? ഇത്രയേ ഉള്ളൂ നമ്മളെല്ലാം കാര്യം. ഭഗവതിയെ കാത്തോളിനെ. ഇതാ കൊണ്ടിരുന്ന ഇത് നോക്കി പഠിച്ചോട്ടോ. അപ്പം കണ്ടോളി. ഇതാണ് ഇമ്പിത്താണ് ചോമാല. ഇതാണ് പുഞ്ചക്കൊഴുത്തിന്. ഇത് പറമ്പിലും വയലിലും ഒക്കെ ഉണ്ടാക്കും.
ഇതും മകരത്തിലാ കൊയ്യ. ആ ഇതാരാ കഥാകൃത്തോ? ഇപ്പൊ സിനിമയ്ക്ക് കഥയൊന്നും എഴുതാറില്ലേ? എന്തിനാണ് കേട്ടാ ശവത്ത് കുത്തുന്നത്? കഥാകൃത്തല്ലേ അന്ന് എൻ്റെ പീഡിയയിലിരുന്ന് പറഞ്ഞത് മനസ്സിൽ സാധനത്തിന്റെ സാധനം വന്നാ ഞാൻ നല്ലൊരു സിനിമ ഉണ്ടാക്കുമെന്ന്. അതെന്തായി? ഏടിയാ സിനിമങ്ങളെ? നാനോട്ടാ, കഴിവുള്ളവർക്കേ അംഗീകാരമുള്ളൂ. മാറ്റതൊക്കെ ഒരു ജാട. അത് മനസ്സിലാക്കാൻ ഞാൻ വൈകി. എല്ലാം മാറ്റി തന്നത് ചിലമ്പേട്ടൻ. എൻ്റെ കഴിവിതാ, ഇതിൽ ഞാൻ തൃപ്തനാ. ഇപ്പാ നീ ഒരു ആൺകുട്ടിയായത്. വേലായതാ തേളിന് എത്ര തേങ്ങ കൊടുത്തിട്ടുണ്ടാ? അതിന്റെ വാതിലെ വിഷം പോകുമോ? അതെന്നൊന്നാക്കിയതാണോ? എന്തെങ്കിലും ആവട്ടെ. എന്താ അച്ഛാ ഇത്ര സന്തോഷം? അച്ഛൻ്റെ സ്വപ്നാമോളെ ഇത്. നാളെ കൊയ്യുന്നു മകരക്കൊയ്ത്ത്. മകരക്കൊയ്ത്ത്. ചിലമ്പ, നീയാണ് യഥാർത്ഥ സത്യം. നിന്നിൽ നിന്ന് പഠിക്കണം ഞങ്ങളെ പോലുള്ളവരെല്ലാം. എല്ലാരും പല്ലക്കിലേറിയ ചുമക്കാൻ ആളുണ്ടാകുമോ MLA സാറേ? അത് നേരാ. മണ്ണ് നമ്മളെ ചതിക്കൂല. നമ്മളെ ആ ചതിയന്മാര് ഞാൻ മരിച്ച എൻ്റെ ശരീരം ചെതയില് വെക്കരുത്. മണ്ണിന് കൊടുക്കണം. മണ്ണ എൻ്റെ ജീവൻ. ഞാൻ ഒടുക്കും. അതിൽ ഞാൻ ഒടുക്കും. ചെലുമ്പന്റെ മോഹായത്. അങ്ങനൊന്നും പറയരുത് വല്യപ്പ. ഞങ്ങളോടൊപ്പം വല്യപ്പ എന്നും ഉണ്ടാകണം. മക്കളെ,
അച്ഛന്റെ തുണിയും കെടുക്ക്. ഇതാ അച്ഛാ തുണി. എൻ്റെ കൃഷിയെ നെഞ്ചോട് ചേർക്കാൻ ഒരു തലമുറ വരും. സന്തോഷായി സന്തോഷായി. മോളെ അച്ഛനെന്താ പറ്റിയ അച്ഛനെന്താ പറ്റിയ മക്കളെ ഇത് അച്ചാച്ചൻ കരുതി വെച്ചതാ മാഷ്ക്ക് തരാൻ. അല്ല MLA മെമ്പറൊക്കെ ഇപ്പൊ എത്തിയല്ലേ? അല്ല ടീച്ചറെ, നെല്ലിപ്പം കൊയ്യോ? നെല്ലിപ്പം കൊയ്യാൻ തുടങ്ങും. ഞാൻ ആദ്യമായിട്ടാ കൊയ്ത്ത് കാണുന്നത്. ഇപ്പൊ കാണാലോ. കൊയ്ത്തിന് തത്ത വരുമോ ടീച്ചറെ? കൊയ്ത്ത് നടക്കുമ്പോ തത്തയും കിളിയൊക്കെ വരുമെന്ന് എന്നോട് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എനിക്കും അതൊന്ന് കാണണം. വരൂലേ? വരും, ഉറപ്പായിട്ടും വരും. MLA സാറേ, എൻ്റെ വാർഡിലെ സ്കൂളിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ വിളവെടുപ്പ്. ആണോ? അതെ അതെ. ചിലമ്പന്റെ സ്വപ്ന ഇല്ലേ? ആ അതെ അതെ. നമ്മളെ വിശ്വമാഷം കൂടെ ഉണ്ടെങ്കിൽ പരിപാടി ഭംഗിയായനെ. ഇയാളെ തിരക്കിൽ എങ്ങോട്ടാ പോയേ? ആർക്കറിയാം? മൂപ്പർ ഗൾഫ് പോയി അറിയില്ലാണ് കേട്ടാ. സ്വദേശം വിട്ടിപ്പം വിദേശത്ത കളിയില്ലേ? നമ്മുടെ സാന്നിധ്യത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട MLA സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്.
ചിലമ്പൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഉത്സാഹിച്ചാൽ എന്നും നിങ്ങൾക്ക് അത്താഴമുണ്ണാം. പഴമകൾ ഒഴുത്തുമറിച്ച് പുതുമകൾ തേടിപ്പോയവരോട് ഒരു വാക്ക്. കതിരും പതിരും തിരിച്ചറിയാതെ നിങ്ങൾ എത്ര ദൂരം സഞ്ചരിക്കും? കാലം പറയട്ടെ ബാക്കി.